കഥയമ്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 27 വളരെ വിശേഷപ്പെട്ടൊരു ദിവസമാണ്. ലോകാരാധ്യയായ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനം. നമുക്ക് ഇന്ന് അമ്മയെക്കുറിച്ച് സംസാരിക്കാൻ തോന്നുന്നു, അല്ലേ രാമേന്ദ്ര സാറേ? അതെ, ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന അമ്മയെപ്പറ്റി ധാരാളം കഥകളുണ്ട്, വ്യക്തിപരമായ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ പറയുന്നത് അമ്മ അധികമൊന്നും അറിയപ്പെടാതിരുന്ന ഒരു കാലത്ത് 1982 നവംബർ ഒടുവിൽ അമ്മ ആദ്യമായിട്ട് തിരുവണ്ണാമലയിലേക്ക് രമണ മഹർഷിയുടെ ആശ്രമം, ക്ഷേത്രം ഒക്കെ കാണാൻ പോയ ആ യാത്രയിലെ കുറച്ച് ഭാഗങ്ങളാണ്. തിരുവണ്ണാമലയിൽ എത്തിയ ശേഷം അപൂർവ ചിത്രങ്ങളൊക്കെ കുറച്ചുണ്ട്. കാരണം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ ചിത്രം കാണാത്തവരൊക്കെ ആ യാത്രയിൽ എനിക്ക് വല്ലാത്ത കൗതുകം. ഞാൻ അടുത്ത മാസം പോകാനിരിക്കുക, ഗിരിവലം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരു വല്ലാത്ത ആവേശം. 14 കിലോമീറ്റർ അത് അമ്മ ചെയ്തു വന്ന് ആ യാത്രയിൽ. അപ്പോൾ അന്ന് അമ്മ തിരുവണ്ണാമലയിൽ പോയി എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഞാൻ 2 ശിഷ്യന്മാർ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞതിൽ നിന്നാണ് വിവരിക്കുന്നത്. സ്വാമി പരമാത്മാനന്ദ, പൂർണ്ണാമൃതാനന്ദ. ഇതിൽ സ്വാമി പരമാത്മാനന്ദ അദ്ദേഹം ഇപ്പോഴും വള്ളിക്കാവിലുണ്ട്. അദ്ദേഹം ഇന്ത്യക്കാരനല്ല, അമേരിക്കക്കാരനാണ്. അവിടെ നിന്നൊരു ധനിക കുടുംബത്തിൽ നിന്ന് അമ്മയുടെ അടുത്തേക്ക് വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് പൂർവാശ്രമത്തിലെ പേര് നീൽ റോഷ്നർ എന്നാണ്. അപ്പോൾ ഈ യാത്രയ്ക്ക് പോകുമ്പോൾ ഈ പുരി എന്നൊക്കെ പറഞ്ഞ പേരുകളൊന്നും ആയിട്ടില്ല. ഇവർ 40-50 പേര് പോകുമ്പോൾ അവരുടെ പേരെന്താണോ അത് തന്നെയുള്ളൂ. അപ്പോൾ നീൽ റോഷ്നറിൻ്റെ പേര് നീലു എന്നാണെന്ന്. ഈ നീൽ റോഷ്നർ രമണാശ്രമത്തിൽ ജീവിച്ചിരുന്നതാണ് അന്തേവാസിയായിട്ട്. രമണാശ്രമത്തിൽ നിന്ന് അദ്ദേഹം വള്ളിക്കാവിലേക്ക് പോവുകയാണ് ചെയ്തത് അമ്മയുടെ ശിഷ്യനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് നീൽ റോഷ്നർ ഓൾറെഡി തിരുവണ്ണാമലയിൽ 2 വീടുകൾ അവിടെ അന്തേവാസി ആയി താമസിക്കാൻ ഉദ്ദേശിച്ചതുകൊണ്ട് അവിടെ പല ആളുകളും ചെറിയ വീടുകൾ പണിയാറുണ്ട് തിരുവണ്ണാമലയിൽ. അങ്ങനെ 2 വീടുകൾ പണിതിട്ടുണ്ടായിരുന്നു പരമാത്മാനന്ദ. അപ്പോൾ അമ്മ പോകുമ്പോൾ താമസിച്ചത് ആ 2 വീടുകളിലാണ്. ദർശനം ആളുകൾക്ക് കൊടുത്തതൊക്കെ ആ വീടുകളിലാണ്. മറ്റേ ആൾ പൂർണ്ണാമൃതാനന്ദ ശ്രീകുമാർ എന്നാണ് പേര്. അദ്ദേഹം ഇപ്പോൾ എടപ്പള്ളിയിൽ മഠാധിപതിയാണ് അദ്ദേഹം. അപ്പോൾ ഇവർ പറഞ്ഞ കഥകളനുസരിച്ചിട്ട് 1975 ആ സമയത്ത് അമ്മ രൂപപ്പെടുന്ന സമയത്ത് അമ്മയ്ക്ക് കൃഷ്ണൻ്റെയും ദേവിയുടെയും കാളിയുടെയും ഭാവങ്ങളൊക്കെ വരുമായിരുന്നു. ചില സമയങ്ങളിൽ അങ്ങനത്തെ ഭാവങ്ങളാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ഗ്രാമം വിട്ട് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് അത്തരം ഭാവങ്ങളൊന്നും പറ്റില്ല. ഒരു പ്രകൃതിയായുള്ള ആ രൂപത്തിലൊക്കെയാണ് അവർ ഉണ്ടായിരുന്നത്. തിങ്കളാഴ്ച ട്രെയിനിൽ അവിടെ എത്തി, ഞായറാഴ്ച പുറപ്പെട്ടു, തിങ്കളാഴ്ച അവിടെ എത്തി. അവിടെ ഈ പണിത വീടുകളിൽ റോഷ്നർ, നീലു പണിത വീടുകളിൽ താമസിച്ചിട്ട് ദർശനം ആളുകൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. രമണാശ്രമത്തിൽ പോയി. ഇപ്പം അമ്മ വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയോ പ്രഭാഷണങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്യാറില്ല. അന്ന് രമണാശ്രമത്തിൻ്റെ അകത്ത് പോയിട്ട് അവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ ഇടതുവശത്ത് സമാധി ക്ഷേത്രമുണ്ട്. രമണ മഹർഷി സമാധി ആയിട്ട് ഇരുത്തിയിട്ട് അവിടെ ശിവലിംഗം വെച്ചിട്ട് ശിവൻ്റെ പ്രതിപുരുഷൻ എന്നുള്ള നിലയ്ക്ക് എല്ലാ ദിവസവും വൈകുന്നേരം പൂജകളും ഒക്കെ ഉണ്ട്. ആ സമാധി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിലത്തിരുന്നിട്ട് അമ്മ ഭജനകൾ പാടി രമണ മഹർഷിയുടെ സമാധി സ്ഥാനത്തിൻ്റെ മുമ്പിലിരുന്നിട്ട്. അടുത്ത ദിവസം അമ്മയെ കാണാനായിട്ട് കുഞ്ചുസ്വാമി വന്നു. നമ്മൾ കുഞ്ചുസ്വാമിയെ കുറിച്ച് മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. കുഞ്ചുസ്വാമി ഇവരൊക്കെ വീണ്ടും നമ്മൾ സംസാരിക്കുമ്പോൾ വരുന്നു. കുഞ്ചുസ്വാമി വന്നു. കുഞ്ചുസ്വാമി പാലക്കാട്ടുകാരനാണ്. ഒരു ദിവസം അങ്ങോട്ട് പോയതാണ്. അതിന് മുമ്പ് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ സുഹൃത്തിനെ അയക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞ കഥയുമായിട്ട് ഈ പരമാത്മാനന്ദ പറയുന്ന കഥയ്ക്കൊരു ശകലം വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ഇദ്ദേഹം പറയുന്നത് ശരിയാകാനും സാധ്യതയില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം അനുഭവം പറയുന്നത് നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു കുഞ്ചുസ്വാമി എന്നും ഗുരു പറഞ്ഞിട്ടാണ് തിരുവണ്ണാമലയിലേക്ക് പോയതെന്നും മഹർഷിയെ നോക്കാനായിട്ട് ഒരാളെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു എന്നും പരമാത്മാനന്ദ പറയുന്നുണ്ട്.
അത് നമ്മൾ പറഞ്ഞ കഥയിലും കുഞ്ചുസ്വാമി പറഞ്ഞ കഥയിലും അങ്ങനെയില്ല. കുഞ്ചുസ്വാമി തന്നെത്താനെ പോകുന്നു. ഇടയ്ക്ക് വെച്ച് നമ്മൾ ആ കഥ ഏതാണ്ട് മുഴുവൻ പറഞ്ഞതാ. ഇടയ്ക്ക് ഈ ഒരു വർഷമില്ല. ഇടയ്ക്ക് വെച്ചിട്ട് മറ്റേ മാത്രമല്ല, കുഞ്ചുസ്വാമിയുടെ ഗുരു വേറൊരു ആളുണ്ടല്ലോ, ആ പാലക്കാട്ട് വന്നിരുന്ന ഒരു തമിഴ് ഗുരു ഉണ്ട്. മറ്റേ ട്രെയിൻ ടിക്കറ്റിന് പൈസ ഇല്ലാതെ വരുമ്പോൾ കുറച്ചും കൂടി പൈസ വേണമെന്ന് പറയുമ്പോൾ അവിടെ കാണുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ് ആ കഥ. ശരിക്കും ഇദ്ദേഹത്തിന് കേട്ടറിവായിരുന്നിരിക്കണം അത് കുഞ്ചുസ്വാമിയുടെ കഥ, ഈ ഗുരു ഭാഗം. പക്ഷെ കുഞ്ചുസ്വാമി നല്ല പരിചയമുള്ള ആളാണ്. അദ്ദേഹം പരമാത്മാനന്ദ ചിലപ്പോൾ ശരിയാണെന്നും വരാം, അവിടെ മറ്റേ താമസിച്ചിരുന്നല്ലോ. കുഞ്ചുസ്വാമി ഒരുപക്ഷെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നതും ആവാം. കുഞ്ചുസ്വാമി അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ചുസ്വാമിയെ 80 വയസ്സ് കഴിഞ്ഞിരുന്നു കുഞ്ചുസ്വാമിക്ക് അപ്പോൾ. പക്ഷെ കുഞ്ചുസ്വാമി ഒരു 5 വയസ്സുള്ള കുട്ടിയെ പോലെയാണ് അമ്മ കൈകാര്യം ചെയ്തത്, അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ അനുസരിച്ചിട്ട്. അത് നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്തു സ്വാമി. കുഞ്ചുസ്വാമി കുറേ നേരം അവിടെ ധ്യാനിച്ചു, കണ്ണടച്ചൊക്കെ ഇരുന്ന്. അപ്പോൾ കുഞ്ചുസ്വാമിക്ക് കഷണ്ടി തലയിൽ അമ്മ കൈവച്ചു. അത് കഴിഞ്ഞിട്ട് ചുറ്റും നൃത്തം ചെയ്തുകൊണ്ട് ഓടി. കുഞ്ചുസ്വാമി ധ്യാനിക്കുന്നു, ചുറ്റും ഇങ്ങനെ നൃത്തം വെച്ചിട്ട് ഒരു കളി. 5 വയസ്സുള്ള കുട്ടിയെ പോലെയാണല്ലോ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ പോയി 1980 ഈ നീൽ റോഷണർ അവിടെ നിന്ന് വള്ളിക്കാവിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ നീൽ റോഷണറുടെ ഒരു സുഹൃത്തിനോട് കുഞ്ചുസ്വാമി പറഞ്ഞു എന്ന്, അങ്ങനെ നീലു ഇവിടെ വിട്ടു പോകണം എന്നുണ്ടെങ്കിൽ ആ അമ്മ പരാശക്തി തന്നെ ആയിരിക്കും എന്ന് കുഞ്ചുസ്വാമി പറഞ്ഞു എന്ന്. അത് പിൽക്കാലത്ത് അറിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ദിവസം ഈ നീൽ റോഷണർ നീലു നോക്കുമ്പോൾ അമ്മ തന്നെത്താനെ ഒരാളുമില്ലാതെ ഏകാന്തത ആഗ്രഹിച്ചിട്ടോ മറ്റോ ഈ വീട് വിട്ടിട്ട്, അവിടെ ദർശനം കൊടുക്കുന്ന ആ വീട് വിട്ടിട്ട് പുറത്തേക്ക് പോകുന്നത് കണ്ടു. ആരെയും അറിയിക്കാതെയും ആരോടും പറയാതെയാണ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പോൾ അദ്ദേഹം ആരോടും പറയാതെ അമ്മയുടെ പിന്നാലെ പോയി, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട്. എന്തിനാണെന്ന് അറിയില്ലല്ലോ. പക്ഷേ അമ്മ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഒരു സമാധി അവസ്ഥയിലാണ്. പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും, സമാധി എന്ന് പറഞ്ഞാൽ ആ മരണസമയത്ത് മാത്രമുള്ളതല്ല, അത് ജീവൻ മുക്തനാവുന്നതാണത്. അല്ലാത്ത സമയത്ത് സഹജ സമാധി എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയെ സംബന്ധിച്ച് ഞാൻ തന്നെ അത് കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് അമ്മ ഈ ഭജനകൾ ആലപിക്കുമ്പോൾ അമ്മ ഇങ്ങനെ കയ്യെ മുകളിലേക്ക് എടുത്തിട്ട് ഈ ലോകത്തൊന്നും ആയിരിക്കില്ല ആ സമയത്ത്, ഈ ലോകം വിട്ടിട്ടുള്ള കളിയാണ് ആ സമയത്തൊക്കെ. അതാണ് ഈ സമാധി എന്ന് പറയുന്നത്. ഇങ്ങനെ പോവുകയാണ്, വേറെ ആരോ വിളിക്കുന്നത് പോലെയോ ഏതോ ഒരു പ്രപഞ്ച ശക്തി വിളിച്ചുകൊണ്ട് പോകുന്ന പോലെയോ ആണ്. അങ്ങനത്തെ ഒരു പോക്കായിരുന്നു അത്. ശരീരബോധം ഇല്ല. ദൂരെ നിന്നാണ് ഈ അകമ്പടി സേവിച്ചത് റോഷണർ. നീലു ഉന്മാദിനിയെ പോലെ അമ്മ മലയ്ക്ക് ചുറ്റും സഞ്ചരിക്കുകയായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം ഈ നീൽ റോഷണർ കണ്ടെങ്കിലും പിന്നെ ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിൽ വന്ന് 40-50 പേര് അവർ മുഴുവൻ പുറത്തേക്ക് വന്നു, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ അമ്മയെ ശല്യപ്പെടുത്തരുത്, അമ്മയുടെ അടുത്തേക്കൊന്നും പോരുത്, ദൂരെ നിന്നേ നോക്കാവൂ എന്നുള്ളതുകൊണ്ട് പിന്നെ അമ്മയെ കാണാതായി നീലുവിനെ സംബന്ധിച്ച്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം നമ്മുടെ ഈ പൂർണ്ണാമൃതാനന്ദ ആണ് പറയുന്നത്. കാരണം അദ്ദേഹം ആ 40 പേര് പുറകെ ചെന്നല്ലോ, ആ കൂട്ടത്തിൽ ഉള്ള ആളാണ്. ബാക്കിയുള്ള ഭാഗം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലാണ്. അമ്മയെ കാണാനില്ല എന്ന് കണ്ടപ്പോൾ ഓടിച്ച് പിടിച്ച് കാണാനായിട്ട് ഒരു കുതിരവണ്ടി വിളിച്ചു. വാടകയ്ക്ക് കിട്ടുമല്ലോ കുതിരവണ്ടി. അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ തലേന്ന് അമ്മ ഈ മലയ്ക്ക് ചുറ്റും പോയിരുന്നതാണ്. അപ്പം അമ്മ കണ്ടിരുന്നു അവിടെ ധാരാളം ഗുഹകളുണ്ട്. സത്യമാണ്, ഇപ്പോഴും നമ്മൾ ആശ്രമത്തിൻ്റെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ധാരാളം ഗുഹകൾ കാണാം. രമണ മഹർഷിയും അങ്ങനെ ഒക്കെ തപസ് ചെയ്തിരുന്ന ഒരാളാണ്. എന്നിട്ട് തലേന്ന് ധ്യാനിക്കുകയൊക്കെ ചെയ്തിരുന്നു, ചില ഗുഹകളിലൊക്കെ കയറി ധ്യാനിക്കുകയും ചെയ്തിരുന്നു. മലയുടെ മുകളിൽ കയറിയിട്ട് അമ്മ പറഞ്ഞു, എനിക്കിനി താഴേക്ക് വരാൻ തോന്നുന്നില്ല, തലേന്ന് പറഞ്ഞാണ്. ഒരു ഉന്മാദിനിയെ പോലെ ഇടവും വലവും നൃത്തം ചെയ്താണ് അമ്മ പോയിക്കൊണ്ടൊക്കെ ഇരുന്നത്. ഈ സ്ഥലകാല ബോധമില്ലാതെ ഈ കുതിരവണ്ടിയിൽ ഇവർ പോകുമ്പോൾ പിന്നെ അമ്മയെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. അപ്പോൾ കാണുമ്പോൾ അമ്മയുടെ ശരീരം
കമ്പനം ചെയ്യുന്നത് പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കമ്പനം ചെയ്യുന്നത് പോലെ തോന്നി. മലയിൽ നിന്ന് ഇടവും വലവും നൃത്തം ചെയ്ത് പോകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ കൈകൾ ഒരു മുദ്ര കാണിക്കുന്നുണ്ട്, ഒരു പവിത്ര മുദ്ര, വിശുദ്ധ മുദ്ര, സേക്രഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണ് അർദ്ധനിമീലിതമാണ്, പകുതി അടഞ്ഞിരിക്കുന്നു. ഒരു പുഞ്ചിരി മുഖത്തുണ്ട്, പുഞ്ചിരിയുടെ പ്രകാശം. ഇതൊക്കെ കണ്ടിട്ട് ഇവർ ശിഷ്യന്മാരായതുകൊണ്ട് ഇത് ആത്മീയമായ തലത്തിൽ അവർക്കിത് കാര്യം മനസ്സിലായി. ഇവർ മുഴുവൻ ഉച്ചത്തിൽ വേദമന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി, ഈ ശിഷ്യന്മാർ. എന്നിട്ട് അവരുടെ മുഖത്ത് ഈ സമാധിയുടെ ഒരു പ്രകാശം ഇങ്ങനെ വിളങ്ങി നിന്നിരുന്നു അമ്മയുടെ മുഖത്ത്. അമ്മ എന്നിട്ട് മുകളിൽ നിന്ന് ഈ ശിഷ്യഗണങ്ങളെ മുഴുവൻ അനുകമ്പയോടുകൂടി നോക്കി താഴേക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഇവരുടെ നിലയിലേക്ക് താഴ്ന്നു വന്നു. അമ്മ ആ സമാധി വിട്ടു ആ സമയത്തുള്ള. എന്നിട്ട് പോയി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കുറേ നേരം ഇരുന്നു. അവരോട് കുതിര വണ്ടിയിൽ കയറും, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ വണ്ടിയിൽ കയറിയതേ ഇല്ല. അത് കഴിഞ്ഞിട്ട് 8 മൈൽ നടന്നു. എന്നിട്ട് നടന്ന് തിരിച്ചു വരുമ്പോൾ ഒരു പാമ്പാട്ടി മകിടി ഊതി ഈ പാമ്പിനെ ഇങ്ങനെ പൊക്കുന്നത് കണ്ടു. അപ്പോൾ ആ പാമ്പാട്ടിയുടെ മുമ്പിലിരുന്നു അമ്മ. എന്നിട്ട് ഈ ശിഷ്യഗണങ്ങളോട് ചോദിച്ചു, എന്തുകൊണ്ട് പാമ്പിന് കൈയും കാലുമില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർക്കൊരു ക്ലൂ ഇല്ല. അമ്മ തന്നെ ഉത്തരം പറഞ്ഞു, മുജ്ജന്മങ്ങളിൽ ഇവർ ഇപ്പോൾ ഈ പാമ്പുകളായിട്ട് കാണുന്ന ജീവികൾ മുജ്ജന്മങ്ങളിൽ അവർ കയ്യും കാലും വേണ്ട വിധം ഉപയോഗിച്ചില്ല. അതുകൊണ്ട് ദൈവം തന്നത് ദുരുപയോഗം ചെയ്ത ആർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവും, അത് ഓർമ്മ വേണം എന്നമ്മ പറഞ്ഞു. അത് കഴിഞ്ഞ് അമ്മ നടക്കുന്ന വഴിക്ക് ഈ വലയം ചെയ്യുമ്പോൾ ഇപ്പോൾ 8 കിലോമീറ്റർ ആണല്ലോ, ഇനി കുറച്ചുകൂടി വലയം ചെയ്യുന്നുണ്ട്. അപ്പോൾ വഴിയിൽ ഒരു അവധൂതൻ ഉണ്ടായിരുന്നു. ആ അവധൂതൻ യോഗി രാം സുരത് കുമാർ. യോഗി രാം സുരത് കുമാർ വാരണാസിക്കടുത്ത് ജനിച്ച ആളാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം തിരുവണ്ണാമലയിൽ വന്ന് രമണ മഹർഷിയെ കണ്ടു. അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് 1950 ആകുമ്പോൾ മറ്റേ സമാധി ആയല്ലോ രമണ മഹർഷി. അരവിന്ദ മഹർഷിയെ പോണ്ടിച്ചേരിയിൽ പോയി കണ്ടു. അത് കഴിഞ്ഞ് കാഞ്ഞങ്ങാട്ട് ആനന്ദാശ്രമത്തിൽ വന്നിട്ട് സ്വാമി രാംദാസിൻ്റെ ശിഷ്യനായി. ഈ ആനന്ദാശ്രമവും രമണാശ്രമവും തമ്മിൽ കൊടുക്കൽ വാങ്ങലുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് തിരുവണ്ണാമലയിൽ വന്നതാണ് അദ്ദേഹത്തിന് 2-3 ശിഷ്യന്മാരുണ്ട്. ഈ അമ്മ വലയം വയ്ക്കുന്നത് കണ്ടിട്ട് ഈ രാം സുരത് കുമാർ യോഗി പറഞ്ഞു, കാളി വലം വെക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞു ഈ അമ്മയെ കണ്ടിട്ട്. മുമ്പ് നമ്മളൊരു കഥയിൽ പ്രഭാകര സിദ്ധയോഗിയുടെ കഥയിൽ പ്രഭാകര സിദ്ധയോഗി മോഹൻലാലിൻ്റെ ചിറ്റപ്പനെയും വിളിച്ചുകൊണ്ട് അമ്മയുടെ തുടക്കകാലത്ത് അത് കാളിയാണ്, മോളെ നീ കാളിയാണ് എന്ന് ചെന്ന് പറഞ്ഞതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ആ മോളെ എന്നുള്ളതിന് മുമ്പുള്ളൊരു പ്രയോഗം അത്ര പാർലമെൻ്ററി അല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സന്യാസിമാർക്ക് എങ്ങനെയും പറയാമല്ലോ. അപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ തമ്മിൽ അത് കഴിഞ്ഞ് അന്ന് അവിടെ കാർത്തിക ദീപമാണല്ലോ, ആ ദിവസം രഥയാത്രയുണ്ട്. ആ രഥയാത്രയുടെ അവിടെ രഥഗോപുരത്തിൽ വെച്ച് ഇവർ തമ്മിൽ പിന്നെ കാണുന്നുണ്ട്. എന്നിട്ട് അയാൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ വെറുമൊരു ഭിക്ഷുവാണ്, എനിക്കും കാളി ദർശനം നൽകി എന്ന് ശിഷ്യന്മാരോട് യോഗി പറഞ്ഞതായിട്ട് ഇവരുടെ ഈ അനുഭവങ്ങളിൽ അത് അവരുടെ സൈറ്റിലുമുണ്ട്. ഈ യോഗിയുടെ ഇത് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അവരും ഇങ്ങനെ പറഞ്ഞതായിട്ട് കാണാം. അദ്ദേഹത്തെ അമ്മ അവധൂതൻ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ രഥം കാണാനായിട്ട്, രഥഘോഷയാത്രയുടെ രഥം കാണാനായിട്ട് അമ്മ മേലാപ്പിൽ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ ഈ അവധൂതനെ താഴെ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പിന്നെ മുഴുവൻ ആത്മീയ മാതാവിനെ പോലെയാണ് അമൃതാനന്ദമയെ ഈ പ്രായമായ അവധൂതനും കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ അവധൂതൻ
അമ്മയെ നമസ്കരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് തിരുവണ്ണാമലയിലെ ആളുകൾ അമ്മ ഈ പരാശക്തിയുടെ അവതാരമാണെന്നൊക്കെ മനസ്സിലാക്കി. പിന്നെ ദർശനത്തിന് ആളുകളുടെ പ്രവാഹമായി. അവിടെ 10 ദിവസം അവിടെ ഉണ്ടായിരുന്നു തിരുവണ്ണാമലയിൽ. അത് കഴിഞ്ഞ് 2020 3ാമത്തെ യാത്ര ഉണ്ടായിരുന്നു. തുടക്കകാലം മുതൽ നമ്മൾ ആ ഒരു കാളവണ്ടിയിൽ ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടും അമ്മയിരിക്കുന്ന ഒരു ചിത്രം സുനിൽ കണ്ടിട്ടുണ്ട്. അല്ലാതെയും ഇവർ രണ്ടുപേരും കൂടിയൊക്കെയുള്ള ചിത്രങ്ങൾ അവിടെ നിന്നുള്ളത് ഇപ്പോൾ കാണാൻ കഴിയും. ഏതായാലും നമ്മുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു മഹാസുഹൃതമാണ് മാതാ അമൃതാനന്ദമയി ദേവി. അമ്മയ്ക്ക് പിറന്നാളാശംസകളെന്ന് പറയാമോന്ന് എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ സന്തോഷമാണ് അമ്മയുടെ ഓരോ പിറന്നാളും. നമുക്ക് ആദരവോടുകൂടി അമ്മയുടെ ഈ ഓം അമൃതേശ്വരിയെ നമ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.